നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ കാണുന്ന വീട് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് കേട്ടോ. 4 സെൻറ്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വെച്ച് 4 അറ്റാച്ച്ഡ് ബാത്റൂം വെച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണ്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീടിന് വരുന്നത്. നല്ല എലിവേഷനും കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. തൊട്ടടുത്തൊക്കെ ആയിട്ട് നമുക്ക് നിറയെ വില്ലാസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ഏകദേശം ഓക്യുപ്പൈഡ് ആണ്. അപ്പോൾ ഈ ഒരു വീടാണ് നമുക്കിപ്പം സെയിലിനായിട്ടിപ്പം നിലവിലുള്ളത്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വട്ടിയൂർക്കാവ് പിറയിൽ ഭാഗത്താണ്. വട്ടിയൂർക്കാവ് എന്നൊരു 3 കിലോമീറ്റർ മാറിയിട്ട് ഒരു പിറയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് വെച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 350 മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു വീട് നമുക്ക് വരുന്നത്. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും മേടിക്കാനുള്ള അക്സസ്മെൻറ്റും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ജംഗ്ഷൻ വരുന്നുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. അതുകൂടാതെ പൈപ്പ് കണക്ഷനും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലൂടെ കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണം കൂടെ ഇനേബിൾ ചെയ്യുക. ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോണിൻ്റെ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. അപ്പോൾ 4 സെൻറ്റ് ലാൻഡിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം വെച്ച് പണിയെടുപ്പിച്ച നല്ല മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത്. നമുക്ക് ഫ്രണ്ടേജ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻ്റർലോക്കും കാര്യങ്ങളും വന്നിട്ടുള്ളൊരു ഫ്രണ്ടേജ് തന്നെയാണ് വീടിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വീടിനകത്ത് കോമ്പൗണ്ടിനകത്തുള്ള ഫ്രണ്ടേജ് വരുമ്പോഴത്തേക്കും നമുക്കെല്ലാം ഇൻ്റർലോക്കും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്റ്റോണും കാര്യങ്ങളും തന്നെയാണ് ഇൻ്റർലോക്കായിട്ട് ചെയ്തിട്ടുള്ളത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് തന്നെയാണ് വീടിന് വന്നിട്ടുള്ളത്. ഒരു കാറ് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഫ്രണ്ടേജിൽ വന്നിട്ടുണ്ട്. നമുക്ക് 2-3 പില്ലർ നമുക്ക് ഫ്രണ്ടിലുണ്ട്. പില്ലറെല്ലാം തന്നെ നമുക്ക് ഈ വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്താണ് ഡെക്കറേഷൻ വന്നിട്ടുള്ളത്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വീടിൻ്റെ വാട്ടർ സോഴ്സ് നമുക്ക് വരുന്ന കിണറാണ്. ഈ ഒരു ഭാഗത്താണ് കിണർ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഈ ഒരു വീടിന് പണിതിട്ടുള്ളത്. 12x6 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് വരുന്ന വോളെല്ലാം തന്നെ നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്ത് കംപ്ലീറ്റായി പണിതിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൂടെ തന്നെ ഒരു ഫാൻസി ലൈറ്റും ഈ ഒരു ഭാഗത്ത് നമുക്ക് വച്ചിട്ടുണ്ട്. വീടിൻ്റെ മെയിൻ ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത്. പ്ലാവിൻ തടിയിലാണ് വീടിൻ്റെ മെയിൻ ഫ്രണ്ട് ഡോർ പണി തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈനും കാര്യങ്ങൾ തന്നെയാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറ്. നമുക്കിത് തുറന്ന് അകത്തോട്ട് കിടക്കാം. സിറ്റ് ഔട്ടിൽ നിന്ന് ഉള്ളിലേക്ക് കടക്കുമ്പോഴത്തേക്കും നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കജേറിയുടെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 12x12 ഹോളിൻ്റെ ഡയമെൻഷൻ. ഒരു നല്ലൊരു TV യൂണിറ്റ് ഈ ഒരു ഭാഗത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റൊക്കെ അത്യാവശ്യം നല്ല ലക്ഷറി ലുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് വാൾ പാനലും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് TV യൂണിറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. വലിയൊരു TV കാര്യങ്ങളെല്ലാം ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു TV യൂണിറ്റ് തന്നെയാണ്. അട്രാക്റ്റീവായി തോന്നുന്ന ഒരു സംഭവം തന്നെയാണിത്. നമുക്കവിടെ നേരെ ഒരു ഡൈനിങ് ഏരിയയിലോട്ട് പോകാം. ഒരു പാർട്ടീഷനൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ലിവിങ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പാർട്ടീഷനൊക്കെ നല്ല ഒരു ഡെക്കറേഷനുള്ള ഭാഗം തന്നെയാണ്. ഫാൻസി ലൈറ്റും നമുക്ക് ഹാങ്ങിങ് ഫാൻസി ലൈറ്റൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഡെക്കറേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിന് വേണ്ടിയിട്ടുള്ള ഡൈനിങ് ഏരിയ. 12x10 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. കജേറിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് ചാനലും അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴെയുള്ള ഈ ഒരു ഭാഗം അത്രയും കവേർഡാണ്. സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു വാഷ് ബേസിൻ കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഭാഗത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ടച്ച് സെൻസ് വരുന്ന മിററും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2 സ്റ്റോറേജ് സ്പേസ് നമുക്ക് താഴെയായിട്ട് ചെയ്തിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലുള്ളൊരു വാൾ ആർട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഒരു ലിവിങ് ഏരിയ, അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഏരിയ, കൂടാതെ തന്നെ ഒരു 2 ബെഡ്റൂം നമുക്ക് ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ ഉൾപ്പെടെയാണ് നമുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കിച്ചണിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു കിച്ചൺ. 12x10 കിച്ചണിൻ്റെ ഡയമെൻഷൻ. നമുക്ക് ഈ ഒരു ഭാഗത്തൊരു പാർട്ടീഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഓപ്പണിംഗ് ഉൾപ്പെടെയാണ് നമുക്കൊരു പാർട്ടീഷൻ വന്നിട്ടുള്ളത്. ഫ്രിഡ്ജും കാര്യങ്ങളും വയ്ക്കാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്പേഷ്യസ് ആയിട്ട് നമുക്ക് കിച്ചൺ പണി തീർത്തിട്ടുണ്ട്. മോഡുലാർ രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അതിനായിട്ട് മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് താഴത്തെ ഫ്ലോറിങ് കാര്യങ്ങളെല്ലാം തന്നെ വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 12x10 നമ്മൾ ഈ ഒരു കിച്ചൻ്റെ ഡയമെൻഷൻ വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഗ്ലെന്നിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള ചിമ്മിനി ഓൾറെഡി ഇൻബിൽഡാണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കിച്ചൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനൽ അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷന് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി നേരെ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. കിച്ചണിനോട് ചേർന്ന് നടക്കുന്ന ഈ ഒരു ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ പോകുന്നത്. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. നല്ല വിശാലമേറിയ ഒരു റൂം തന്നെയാണ്. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നല്ല ഒരു വാൾറൂംസും പണി ചെയ്ത് തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പോട്ട് ലൈറ്റും കാര്യങ്ങളും ഡെക്കറേഷനായിട്ട് വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. കജേരയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ഈ ഒരു ഫ്ലോറിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. നല്ലൊരു വാൾറൂംസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് പണിതിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല വിശാലമേറിയൊരു റൂംസും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റെയറിൻ്റെ ഹാൻഡിൽസൊക്കെ തന്നെ സ്റ്റീലിലാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ വർക്കും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റെയറിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു വാള് കാര്യങ്ങളെല്ലാം നമുക്ക് ലിക്വിഡ് വരുന്ന ഒരു വാൾപേപ്പറും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ്. അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് നമുക്ക് കാണുന്നത്. നല്ലൊരു ഫാൻസി ലൈറ്റും അതുപോലെ തന്നെ ഫർഗോള മോഡലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കും ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് നമുക്ക് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ മെയിൻ ഹാൾ. 20x12 ഈ ഒരു ഹാളിൻ്റെ ഡയമെൻഷൻ വരുന്നത്. ഈ ഭാഗത്ത് നമുക്കൊരു TV യൂണിറ്റ് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു അട്രാക്റ്റീവായി തോന്നുന്ന ഒരു TV യൂണിറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വലിയൊരു TV കാര്യങ്ങളൊക്കെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് തന്നെയാണ്. TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വാൾ പാനലും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരു ഹാൾ, 2 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. താഴെ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമേറിയ റൂംസ് തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വരുന്നത്. 12x12 റൂമിൻ്റെ ഡയമെൻഷൻ. ഒരു വാൾ റൂംസ് നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഡെക്കറേഷനായിട്ട് സ്പോട്ട് ലൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂം. ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂം എല്ലാം വന്നിരിക്കുന്നത്.
നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. മീൻസ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. നമ്മൾ താഴത്തെ ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെ അത്യാവശ്യം എല്ലാ റൂംസും നല്ല വലിയ റൂംസാണ്. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം നല്ല വലിയ റൂംസാണ്. നമുക്കൊരു വാൾ റൂംസ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്കെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ഒരു റൂം നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ക്വാളിറ്റി പ്രോഡക്ട്സിലാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബാത്ത് നമുക്ക് സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് പണിതിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു ചെറിയ ബാൽക്കണി സെറ്റപ്പാണ്. നമുക്ക് ഈ ഒരു ബാൽക്കണിയുടെ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് നമ്മുടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വെള്ളം നനഞ്ഞ് കിടന്നാലും നമുക്ക് അങ്ങനെ തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രിപ്ഡായിട്ടുള്ള ടൈൽസും കാര്യങ്ങളും തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇട്ടിരിക്കുന്നത്. അടുത്ത് നമുക്ക് വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകാം. നമ്മളടുത്ത് പോകാനിരിക്കുന്നതാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ ബാൽക്കണി. 12x6 നമ്മളെ ബാൽക്കണിയുടെ ഡയമെൻഷൻ. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഡെക്കറേഷനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ടുള്ള ചുമര് മുഴുവനും നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബാൽക്കണിയുടെ ഈ സൈഡ് നമുക്ക് താഴോട്ടിറങ്ങുമ്പോഴത്തേക്ക് ഒരു ഓപ്പൺ ഏരിയ നമുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ചെറിയ ബാൽക്കണിയുടെ അവിടെ നിന്ന് ഇട്ടിരിക്കുന്നത് പോലെ തന്നെയുള്ള ടൈലും കാര്യങ്ങളാണ്. ഗ്രിപ്പ് കിട്ടുന്ന ടൈൽസാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 68 ലക്ഷമാണ്. അത് നെഗോഷ്യബിൾ തന്നെയാണ്, സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നേരത്തെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ. 2 നില വീട് നമുക്ക് അത്യാവശ്യം ഫെയർ പ്രൈസിനാണ് നമുക്ക് ചോദിക്കുന്നത്. 68 ലക്ഷം. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് വീടിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക.